സാർ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ്. അതായത് പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൗഡായിട്ടായിരുന്നു നമ്മൾ ജാതി പറഞ്ഞ് ഓരോരുത്തർ നമ്മൾ ഹറാസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ 2024-ലും ഒരുപാട് വ്യക്തികൾ ജാതിയുടെ പേരിൽ ഭയങ്കര ചൂഷണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ അത്രയും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇന്ന് നമ്മൾ നിശബ്ദമായിട്ട് അത്രയും പവർഫുള്ളായിട്ട് ഡീപ്പായിട്ടാണ് നമ്മൾ ജാതി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് സാറിന് എന്താ പറയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ജാതി അന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിലും 19-ാം നൂറ്റാണ്ട് അവസാനവുമായി നമ്മുടെ സോഷ്യൽ അജണ്ടയുടെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. സോഷ്യൽ മൂവ്മെൻറ്റുകളുടെ പ്രധാനപ്പെട്ട സംഗതികളിലൊന്നായിരുന്നു കാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അന്ന് കാസ്റ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു, എല്ലാവരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2000 നമ്മൾ നിൽക്കുമ്പോൾ കാസ്റ്റിനെ കുറിച്ചുള്ള പബ്ലിക് ഡിസ്കോഴ്സ് ദുർബലപ്പെടും. അതിൻ്റെ സ്വരം താഴ്ന്നിട്ടുണ്ട്. കാസ്റ്റ് ഉണ്ടെന്ന് അംഗീകരിക്കുന്നവർ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യമോ, സമൂഹത്തിൽ അങ്ങനെ കാസ്റ്റ് മാഞ്ഞു പോയപ്പോൾ മനുഷ്യർക്ക് തോന്നിയൊരു കാര്യമോ അല്ല. മറിച്ചത് വളരെ ബോധപൂർവമായി ജാതിയെ മൂടി വെക്കുക എന്നത് പരിശീലിപ്പിക്കപ്പെട്ടൊരു സമൂഹമാണ് കേരളം. കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദ്യമേ പുറത്താക്കിയ പ്രധാനപ്പെട്ട അജണ്ട കാസ്റ്റായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും. കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കരുത്, കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർ വർഗവഞ്ചകരാണ്, കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ദേശവിരുദ്ധരാണ് എന്ന തിയറി ഉണ്ടാക്കിയത് ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അപ്പോൾ ജാതിയെക്കുറിച്ച് പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കാതിരിക്കുന്ന ആളാണ് ഒരു നല്ല മനുഷ്യനും. പബ്ലിക് ഡൊമൈനിൽ കാസ്റ്റിനെക്കുറിച്ച് പറയുന്നവർ സാമൂഹിക ശിഥിലീകരണ ശക്തികളാണെന്നുള്ളൊരു സിദ്ധാന്തം കേരളത്തിൽ അവരവതരിപ്പിക്കുകയും വിജയകരമായി ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ കാണുന്ന ഈ നിശബ്ദത. ജാതിയെ സംബന്ധിച്ച ജാതീയ പീഡനങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടന്നാലും അത് ജാതീയമായൊരു അതിക്രമമാണെന്ന് പറയാൻ വിസമ്മതിക്കുന്ന മലയാളി ഈ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം, നമ്മളുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് ആ സംവിധാനത്തെ സധൈര്യം നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതാണ്. അഭിസംബോധന ചെയ്തുകൊണ്ട് അതെവിടം വരെ എത്തി നിൽക്കുന്നു, അതിനൊരു മെക്കാനിസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് പകരം അതില്ല എന്നൊരു മിഥ്യയിലേക്ക് നമ്മൾ പോയതോടെ കാസ്റ്റിൻ്റെ മെറ്റമോർഫോസിസ് എന്ന് വിളിക്കാവുന്ന അതിൻ്റെ പരിണാമങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോവാം. 19-ാം നൂറ്റാണ്ടിലെ ജാതിയാണ് ഇപ്പോൾ ആൾക്കാർ അന്വേഷിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ജാതി ബിഹേവിയർ, കാസ്റ്റ് ബിഹേവിയർ അന്വേഷിച്ചാൽ കേരളത്തിൽ കണ്ടെടുക്കാൻ പറ്റില്ല. മറിച്ച് 21-ാം നൂറ്റാണ്ടിൽ കാസ്റ്റ് ബിഹേവിയറിന് സംഭവിച്ച സറ്റിലായ സൂക്ഷ്മമായ മാറ്റങ്ങളുണ്ട്, സൂക്ഷ്മമായ പെർഫോമൻസ് ഉണ്ട്, സൂക്ഷ്മമായ ഗൂഢാലോചനകളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ശ്രദ്ധ പോവില്ല. കാരണം നമ്മൾ അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ ജാതിയല്ല, 19-ാം നൂറ്റാണ്ടിലെ ജാതിയാണ് നമ്മൾ ജാതിയായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റമോർഫോസിസും നമുക്ക് മനസ്സിലായിട്ടില്ല, കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് നമ്മൾ കരുതുന്നില്ല. അങ്ങനെ ജാതിയില്ല എന്നുള്ളൊരു മിഥ്യയിൽ ജീവിക്കുന്ന അന്ധവിശ്വാസികളുടെ ഒരു കൂട്ടമാണ് മലയാളി സമൂഹം. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ 25% വരെ ഓഫ്.